ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ രംഗത്ത് സ്വാശ്രയത്വം കൈവരിക്കാൻ ഇന്ത്യ. സെമികോൺ ഇന്ത്യ 2025 സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചരക്ക് സേവന നികുതി കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. നികുതി സ്ലാബുകളിൽ പരിഷ്കരണത്തിന് സാധ്യത. ധനാഗമ മാർഗങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കും. വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 50 വീതം MBBS സീറ്റുകളോടെ 2 മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി. മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യ 2025 സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അർദ്ധചാലക ആവാസ വ്യവസ്ഥ, വളർച്ച, വികസനം എന്നിവ സംബന്ധിച്ച് വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തുന്നതിനുള്ള വേദിയാണ് സിഇഒ റൌണ്ട് ടേബിൾ. ഇന്നലെയാണ് 3 ദിവസത്തെ സെമികോൺ ഇന്ത്യ സമ്മേളനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തത്. ആഗോള അർദ്ധചാലക വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയാക്കാൻ ലക്ഷ്യമിട്ടാണ് സെമികോൺ ഇന്ത്യ 2025 സംഘടിപ്പിക്കുന്നത്. ചരക്ക് സേവന നികുതി കൌൺസിലിന്റെ 56ാമത് യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. GST പരിഷ്കരണം, നികുതി നിരക്ക് മാറ്റം തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. പാവപ്പെട്ടവർ, കർഷകർ, ഇടത്തരക്കാർ, സൂക്ഷ്മ ചെറുകിട സംരംഭകർ എന്നിവർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ നികുതി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ചരക്കു സേവന നികുതി പരിഷ്കാര നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ ധനാഗമ മാർഗങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇത് കൌൺസിൽ യോഗത്തിൽ അറിയിക്കുമെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുകയെന്നും മന്ത്രി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് 8 സംസ്ഥാനങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, ഭരണപക്ഷ സംസ്ഥാനങ്ങളൊന്നും വ്യത്യാസമില്ല. വലിയ തോതിൽ ഉള്ള വ്യത്യാസം വരുന്നുണ്ട് ധനാഗമ മാർഗത്തിൽ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശങ്കയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനങ്ങളുടെ റവന്യൂ ഉറപ്പാക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. ഓണാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ ജയം രവി, ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാകും. ഈ മാസം 9 വരെ 33 വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 9-ന് ഘോഷയാത്രയോടെ ഓണാഘോഷത്തിന് സമാപനമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓണം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കനകക്കുന്നിൽ നിന്ന് കോർപ്പറേഷൻ വരെയുള്ള റോഡുകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം ഏർപ്പെടുത്തും. കനകക്കുന്നിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കും. ഓണക്കാലം എത്തിയതോടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ശർക്കര നിർമ്മാണവും വിൽപ്പനയും ആരംഭിച്ചു. കരിമ്പ് കൃഷിയും ശർക്കര വ്യവസായവുമൊക്കെയായി മധുരമേറും പഴയ പ്രതാപകാലം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ലയിൽ വള്ളിക്കോട്, ആറന്മുള, ചെന്നീർക്കര, കുറ്റൂർ, പന്തളം കടക്കാട് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം, തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് കരിമ്പ് കൃഷിയും ശർക്കര ഉത്പാദനവും നടക്കുന്നത്. 62 ഹെക്ടർ സ്ഥലത്തെ കരിമ്പാണ് വിളവെടുത്ത് ശർക്കരയാക്കുന്നത്. മാധുരി, മധുരിമ ഇനങ്ങളിൽപ്പെട്ട കരിമ്പാണ് കൂടുതലായും വിളവെടുത്തത്. സ്വന്തം ചക്കിലും തോണിയിലും പ്രാദേശികമായി ശർക്കര നിർമ്മിക്കുന്നതിനാൽ തന്നെ മായമില്ലാത്ത ശർക്കരയുടെ മധുരം ഓണക്കാലത്തെ പായസങ്ങളിൽ നുകരാൻ പത്തനംതിട്ടക്കാർ കൂടുതൽ അവസരമൊരുങ്ങും. നെൽകർഷകർക്കുള്ള സംസ്ഥാന ഉൽപാദന ബോണസിന് 100 കോടി രൂപ മുൻകൂർ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഈ വർഷം സംഭരിച്ച നെല്ലിന്റെ ബോണസ് വിഹിതം പൂർണ്ണമായും അനുവദിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 100 കോടി രൂപ മുൻകൂർ അനുവദിച്ചതെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് 1-ാം ഓണ ദിവസമായ നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. അന്ത്യോദയ അന്നയോജന കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസവും ഉണ്ടാകും. ഇന്നും നാളെയും സപ്ലൈകോ വിൽപ്പനശാലകളിൽ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 50 രൂപ പ്രത്യേക വിലക്കുറവ്. 1500 രൂപയ്ക്കോ അതിലധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് വിലക്കുറവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സമഗ്ര നഗര നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം 12, 13 തീയതികളിൽ കേരള അർബൻ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. കൊച്ചിയിൽ നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് പഠിക്കാനുള്ള സാഹചര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയതെന്നും ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് മികച്ച പഠന അന്തരീക്ഷം ഒരുക്കാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടതെന്നും ഇന്നലെ പ്രഖ്യാപിച്ച ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് കിഷോർ കുമാർ MS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ എന്റെ ക്ലാസ് മുറിയിൽ ഒരുക്കുകയാണ്. ദ ഗ്രോയിങ് ക്ലാസ് റൂം എന്നൊരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. ആ കൺസെപ്റ്റ് നാഷണൽ ജൂറിക്ക് വളരെയധികം ഇഷ്ടമാവുകയും അത് നോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായ ഏത് സാഹചര്യത്തിലായാലും ഒരു അധ്യാപകൻ അതിനോട് പൊരുത്തപ്പെട്ട് മെച്ചമാക്കാനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും എല്ലാ അധ്യാപകരും മികച്ച അധ്യാപകരാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇനിയും മികച്ച അധ്യാപകർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. കേരളത്തിൽ നിന്നുള്ള 2 അധ്യാപകരാണ് പുരസ്കാരം നേടിയത്. കിഷോർ കുമാറിനെ കൂടാതെ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സീനിയർ പ്രൊഫസറും അസോസിയേറ്റ് ഡീനുമായ മനോജ് BS പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാനത്തെ 2 മെഡിക്കൽ കോളേജുകൾക്ക് കൂടി ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭ്യമായതായി മന്ത്രി വീണ ജോർജ്. വയനാട്, കാസർഗോഡ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭിച്ചത്. 50 MBBS സീറ്റുകൾക്ക് വീതമാണ് അനുമതി ലഭിച്ചത്. ഇവിടങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലകളിൽ സ്വകാര്യ ആംബുലൻസുകാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ സർക്കാർ തീരുമാനം. അത്യാസന്ന നിലയിലുള്ള രോഗികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ ആംബുലൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അപകടം പറ്റിയവരെ ഡ്രൈവർമാർ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കമ്മീഷൻ കൈപ്പറ്റുന്നതായി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു യോഗം ചേർന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി ആരംഭിച്ച അതിശക്തമായ മഴയിൽ മിക്ക പുഴകളും കരകവിഞ്ഞു. ചിലയിടങ്ങളിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട മഴ തുടരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മലയോര പഞ്ചായത്തുകളായ ആലക്കോട്, ചെറുപുഴ, ആറളം, കണിച്ചാർ, കൊട്ടിയൂർ എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത്. 4 മണിക്കൂറിലേറെ തുടർച്ചയായി പെയ്ത മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. ആറളം പുഴ, ബാവലിപ്പുഴ, ചീങ്കണ്ണിപ്പുഴ എന്നിവ നിറഞ്ഞു. നാശനഷ്ടമോ ആളപായമോ ഉള്ളതായി റിപ്പോർട്ടില്ല. എങ്കിലും തുടർച്ചയായി പെയ്ത മഴയിൽ ജനം ആശങ്കയിലാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വളവട്ടണം പുഴയുടെ അയ്യപ്പൻകാവ്, അണുങ്ങോട് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇന്ന് പൂജകളൊന്നും തന്നെ ഉണ്ടാകില്ല. മറ്റന്നാൾ തിരുവോണ പൂജകൾ നടക്കും. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്ത് വിഭവസമൃദ്ധമായ ഓണസദ്യ നടക്കും. ഓണക്കാല പൂജകൾ പൂർത്തിയാക്കി 7-ന് രാത്രി 9-ന് നടയടയ്ക്കും. അന്നേ ദിവസം രാത്രി 9:50 മുതൽ ചന്ദ്രഗ്രഹണം ആയതിനാലാണ് നട നേരത്തെ അടയ്ക്കുക. US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് ലോക 4-ാം നമ്പർ താരം ടെയ്ലർ ഫ്രിറ്റ്സിനെ പരാജയപ്പെടുത്തി സെമിയിൽ കടന്നു. ഇന്ത്യയുടെ യുകി ഭാംബ്രി, ന്യൂസിലൻഡ് താരം മൈക്കൽ വീനസ് സഖ്യം പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. വൈകുന്നേരം 6:45-ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമത്തിനായി സുപ്രധാന ചുവട് മുന്നോട്ട് വച്ച കേരളം. രാജ്യത്ത് ആദ്യമായി രൂപീകരിക്കപ്പെട്ട വയോജന കമ്മീഷൻ ചുമതലയേറ്റു. മുൻ രാജ്യസഭാംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ K. സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷനാണ് സ്ഥാനമേറ്റത്. അമരവിള രാധാകൃഷ്ണൻ, EM രാധ, KNK നമ്പൂതിരി, പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരാണ് മറ്റംഗങ്ങൾ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങും കമ്മീഷൻ അംഗങ്ങൾക്കുള്ള ആശംസാ സമ്മേളനവും മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ രംഗത്ത് സ്വാശ്രയത്വം കൈവരിക്കാൻ ഇന്ത്യ. സെമികോൺ ഇന്ത്യ 2025 CEOമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചരക്ക് സേവന നികുതി കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. നികുതി സ്ലാബുകളിൽ പരിഷ്കരണത്തിന് സാധ്യത. ധനാഗമ മാർഗങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കും.
വയനാട് കാസർഗോഡ് ജില്ലകളിൽ 50 വീതം MBBS സീറ്റുകളോടെ 2 മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി. മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.